5 years. ഞാൻ വളരെ സന്തോഷത്തിലാണ്. എൻ്റെ ഉമ്മ ദുബായിലെത്തിയിട്ടുണ്ട്. ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായ് വഴിയെ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള ഉമ്മാക്കുള്ള ചില മെഡിസിൻസ് ഒക്കെ BP-യുടെ അങ്ങനെ ചില മെഡിസിൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയതാണ്. നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകളോട് സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിർബന്ധമായും പല ആളുകളുണ്ടാവും ഹജ്ജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ തിരക്കും നമ്മുടെ ആത്മീയതയിലും ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കാൻ മറന്നു പോകും. അതൊരു ലാഘവത്തോടെ എടുക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, അതുപോലെ അപസ്മാരം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ, അവരുടെ സ്ട്രോക്ക് പോലുള്ള അതിനൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള മരുന്നൊക്കെ കഴിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളെ മരുന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്കിപ്പ് ചെയ്യരുത്, കറക്റ്റ് കഴിക്കണം. ചില ആളുകളുണ്ടാവും, എനിക്കിപ്പോൾ ഷുഗർ, ഞാൻ ഭക്ഷണമൊക്കെ വളരെ കുറവല്ല, ഞാൻ കൂടുതൽ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ ഡോസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഒരു നേരം ആക്കാമെന്നൊക്കെ വിചാരിക്കും. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഡോക്ടർ പറഞ്ഞ പോലെ നിർദ്ദേശപ്രകാരം നിങ്ങളെ മരുന്ന് കഴിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഹജ്ജ് എന്ന പുണ്യകർമ്മം ചെയ്യാൻ ഒരു പക്ഷേ നിങ്ങളുടെ ഈ കെയർലെസ് കാരണം നഷ്ടമാവും. പല ആളുകളും നമ്മൾ അണ്ടർ പ്രഷറും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ BP ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്, സ്ട്രോക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവിടെയുള്ള ചില ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ ഒരുപാട് കേസുകൾ അവർക്ക് വരാറുണ്ട്. ഇതുപോലെ BP കൂടിയിട്ടും പെട്ടെന്ന് സ്ട്രോക്ക് വന്നതൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി പല ആളുകൾക്കും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. പലരും അവരുടെ മെഡിസിൻ കറക്റ്റ് എടുക്കാത്തത് അതിനൊരു കാരണം കൂടെയാണ്. നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ മരുന്നും കൂടെ സ്കിപ്പ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മരുന്ന് കഴിക്കാൻ മറന്നു പോകരുത്.